ഹലോ ഗൈസ്, ഇന്നെന്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്റെ വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുകയാണ്. ഫ്രണ്ടിലെ ഡോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോളിഷ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പോളിഷ് ചെയ്യാനായിട്ട് ശ്യാംചേട്ടനാണ് ചെയ്തു തരാന്ന് പറഞ്ഞത്. എന്നിട്ട് ശ്യാംചേട്ടൻ ഇങ്ങനെ ജോലിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്ത് പുള്ളിയുടെ ഇവിടെ വീടിന്റെ അടുത്തുള്ള നിതിൻ എന്ന് പറഞ്ഞ ഒരുത്തനെ വിട്ടു. നിതിനുണ്ടായി. നിതിന്റെ ഇപ്പൊ കൂട്ടുകാരനും കൂടെ വന്നോണ്ടാണ് ഇപ്പൊ ഡോറിന്റെ പോളിഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിരി വന്ന ശ്യാംചേട്ടന്റെ കാര്യം പറയുമ്പോൾ ചിരി തന്നെ വേറെ ഒന്നല്ല. ശ്യാംചേട്ടൻ ഒരു 100 വട്ടം ഞാൻ ആക്കി രാമായണം വിളിച്ചോണ്ട് ശല്യം ചെയ്യലാണ്. ശ്യാംചേട്ടാ ഒന്ന് വാ നിങ്ങൾ വന്നില്ലേ ഇത് എവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ശ്യാംചേട്ടനെ വിളിച്ചോണ്ട് ശല്യം ചെയ്യലായിരുന്നു. അതെനിക്ക് ഇന്നലെ ഞാൻ ആലോചിച്ചോളൂ, ശ്യാംചേട്ടന്റെ കാര്യം ആലോചിച്ചോളൂ. ശ്യാംചേട്ടൻ വന്നില്ലല്ലോ, ഡോർ അങ്ങനെ തന്നെ ഇരിക്കണല്ലോ, ഇനി എന്ത് ചെയ്യുന്ന ഓർത്തോണ്ട് ഇങ്ങനെ ഞാൻ ശ്യാംചേട്ടനൊന്ന് വിളിക്കാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനത് വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോ ശ്യാംചേട്ടൻ എന്നോട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പറഞ്ഞിട്ട് നാളെ ഞാൻ ജോലിക്ക് നിതിനെ പറഞ്ഞു വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞു. കുഞ്ഞൂസാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്, അതേ ഫോണും കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങളുടെ ഈ ജനാലയൊക്കെ പഴയത് തന്നെയാണ് കേട്ടോ, പക്ഷെ അതൊന്ന് പോളിഷ് ചെയ്യാന്ന് വിചാരിച്ചു. അത് ഓൾറെഡി ഞങ്ങള് വേറെന്തോ സാധനങ്ങളൊക്കെ അടിച്ചു വിട്ടേക്കായിരുന്നു. പക്ഷെ ഒന്ന് അതും കൂടെ പോളിഷ് ചെയ്യാ, കാരണം ഈ ഫ്രണ്ടില് മാത്രം ഇങ്ങനെ ഡോറ് മാത്രം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പൊ ഈ കട്ടിലയും കൂടെ ഒന്ന് പോളിഷ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഡോറൊക്കെ അഴിച്ചു വെച്ചേക്കാണ്. അപ്പൊ ഈ ഡോറ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, കട്ടിലയും കൂടെ ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് ഈ ഫ്രണ്ടിലെ ജനാലയും കൂടെ ചെയ്യണം, എന്നാലാണ് അതിനൊരു പെർഫെക്ഷൻ വരുള്ളൂ. അപ്പൊ ഇവിടത്തെ ജനാലയും കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ അവര് ഗ്ലാസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി പേപ്പറുകളൊക്കെ ഒട്ടിച്ചു വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഡോറ് ഇവിടെ പോളിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലും പണിയടക്കണ്ട, അപ്പുറത്തെ വീട്ടിലും പണിയടക്കണ്ട, അതുകൊണ്ട് ഫുള്ള് ഭയങ്കര സൗണ്ടാണ് എപ്പോ നോക്കിയാലും. പിന്നെ അതിന്റെ അപ്പുറത്തെയും വേറൊരു വീട്ടിലും പണിയടക്കണ്ടായിരുന്നു, അവിടെയും ഭയങ്കര സൗണ്ടാണ്. ഞങ്ങളുടെ ഈ 3 വീടുകളിലും മിക്കപ്പോഴും പണി ഉണ്ടാവുന്നതുകൊണ്ട് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കേൾക്കണ്ടാവും ഒരു ഇതിന്റെ സൗണ്ട്, ഒരു മിഷ്യന്റെ സൗണ്ട് ഇല്ല, അതിന് എന്ത് മിഷ്യനാണെന്ന് എനിക്കറിയാം, കട്ടറോ അങ്ങനെ എന്തോ ഒരു മിഷ്യൻ. ആ മിഷ്യന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നില്ലേ? അത് മിക്കപ്പോഴും ഞങ്ങളുടെ ഈ 3 വീടുകളിലും മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാവും. ആ വീട് കണ്ടോ, ആ വീട്ടിൽ മിക്കപ്പോഴും പണി ഉണ്ടാവും. അവിടെ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ഇപ്പോഴാണ് കണ്ടോ, അവിടെ ഡ്രസ് വർക്ക് ചെയ്തതിന്റെ അത് ഞങ്ങളുടെ ഇപ്പുറത്തുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലെ വീട്ടിലും അതെ, അവിടെ മിക്കപ്പോഴും പണികൾ ഇപ്പൊ നടപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട് മഴയൊക്കെ പെയ്യുണ്ട്. ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പണികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. നല്ല മഴയുണ്ട്. വീഡിയോ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ മഴ പെയ്ത്. ഇത് അമ്മ നട്ടേക്കണ മന്ദാരം ഉണ്ടാ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്ദാരമൊക്കെ. അപ്പൊ അമ്മ മന്ദാരമൊക്കെ നട്ട് അതിനൊക്കെ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇവിടെ ഇഷ്ടംപോലെ ചെത്തി ഉണ്ടായിരുന്നു. എന്നിട്ട് ചെത്തിയൊക്കെ അച്ചാമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അതൊക്കെ എല്ലാവരും പറിച്ചൊക്കെ കളയൊക്കെ ചെയ്തു. പിന്നെ അമ്മ ഒരെണ്ണം കൊണ്ടുപോയി അതുമേന്ന് എന്തോ നട്ടതാണ്. അമ്മയാണോ അച്ചാമ്മയാണെന്ന് അറിയില്ല, നട്ടത് ഇഷ്ടംപോലെ പൂവുണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചെത്തിപ്പൂവൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണത്. അച്ചാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിന്റെ വിലയൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അച്ചാമ്മയുടെ ആ ഒരു പാത പിന്തുടരുന്നുണ്ട് ഞാൻ. അമ്മ എപ്പോഴും പറയും അച്ചാമ്മയുടെ പാത പിന്തുടരുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനാണെന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ അച്ചാമ്മയുടെ കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. അപ്പൊ ഫുൾ ടൈം അച്ചാമ്മയുടെ കൂടെയാണ് ടൈം ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ക്ലാസ് ഉള്ള സമയത്ത് ക്ലാസ്സിൽ പോകും, ക്ലാസ് ഇല്ലാത്ത സമയത്ത് അച്ചാമ്മയുടെ കൂടെ ആയിരിക്കും. അച്ചാമ്മയായിട്ട് ഇങ്ങനെ വർത്താനം പറയും, അങ്ങനെ ആ ഒരു ഇതാണ്. പിന്നെ അച്ചാമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന പുറത്തെ പണികളാണ്. അടുക്കള ജോലി ചെയ്യില്ല എന്ന് പറയില്ല, പക്ഷെ അച്ചാമ്മ ചെയ്യുന്ന ഓരോ എന്തെങ്കിലും അച്ചാമ്മ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അച്ചാമ്മ എന്ത് ഉണ്ടാക്കിയാലും, അത്രയ്ക്കും ഇതായിട്ടാണ്. പക്ഷെ അടുക്കള ജോലി ചെയ്യും. പക്ഷെ അച്ചാമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ ചുറ്റും നിറച്ച് കാട് പിടിച്ച് കിടക്കണം. പക്ഷെ അച്ചാമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാടൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ വഴിയിലും അത് ബാക്കിലെ വഴിയിലും അത് നിറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു നടക്കണ വഴിയുണ്ട്, അപ്പൊ അതിലും കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ അച്ചാമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇടുമായിരുന്നു. എന്ന് വെച്ചാൽ അച്ചാമ്മയുടെ കൂടെ ഞാനും കൂടെ പോകും. അച്ചാമ്മ എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുള്ളൂ, ഒറ്റയ്ക്കൊന്നും അച്ചാമ്മ പോവില്ല.